എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്മിജ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ URC സൗത്തിൽ ക്ലസ്റ്റർ കോർഡിനേറ്ററായി ജോലി ചെയ്തു വരുന്നു. എൻ്റെ ജില്ലയിൽ 30-ൽ പരം വിദ്യാലയങ്ങളിൽ ക്രിയേറ്റീവ് കോർണർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വ്യക്തമായി തയ്യാറാക്കിയിരിക്കുന്ന മൊഡ്യൂൾ പ്രകാരമാണ് ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പഠന ലക്ഷ്യങ്ങളും പഠന ആശയങ്ങളും വളരെ എളുപ്പത്തിലും നല്ല രീതിയിലും കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ക്ലസ്റ്റർ കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്ക് ചാർജുള്ള വിദ്യാലയത്തിലെ SRG അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതികരണത്തിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനങ്ങളിൽ അവരും തൃപ്തികരമാണ് എന്നറിഞ്ഞതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠഭാഗത്തിലെ വിവിധ ഇനം തൊഴിലുകൾ പഠിപ്പിക്കുന്ന ഒരു ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ കൊടുത്തൊരു വർക്കായിരുന്നു ഒരു ബാഗ് നിർമ്മാണത്തിൻ്റെ വർക്ക്. കോട്ടൺ തുണിയിൽ അവർ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയും ഇതുവഴി പ്രാഥമിക വർണ്ണങ്ങളും സെക്കൻഡറി വർണ്ണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും ഈ കൃത്യമായ അളവുകൾ എടുത്തുകൊണ്ട് ഈ ചിത്രങ്ങൾ ഈ തുണിക്കകത്ത് അവർ വരച്ചെടുക്കുകയും ഇതിനി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് അത് ബാഗാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനം വഴി ഓരോ ഉൽപ്പന്നങ്ങൾ, അത് കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങൾ, ഓരോ തൊഴിൽ മേഖലകൾ, ഈ ആശയങ്ങൾ കുട്ടികളിലേക്ക് നേരിട്ട് എത്തിക്കാൻ നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കും. ഞാൻ ക്രിയേറ്റീവ് കോർണറിൽ വന്നിട്ട് വളരെ സന്തോഷമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഗ്രൂപ്പായിട്ടാണ്. പാഠപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ടീച്ചർമാരും കൂട്ടുകാരന്മാരും ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ടീച്ചറെ സഹായിക്കാറുണ്ട്. അത് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ഇച്ചിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റീവ് കോർണറിലാണ് ഇരിക്കാൻ ഇച്ചിരി കൂടി രസമുള്ളത്. എനിക്കതാണ് ഇച്ചിരി കൂടി ഇഷ്ടമുള്ളത്. കാരണം അത് പഠിക്കാനും ഉണ്ട്, കളിക്കാനും ഉണ്ട്. അത് കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ പേര് റോബിൻ ആൻ്റണി. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വിദ്യാഭ്യാസ ഉപജില്ലയിലെ പെട്ട KMGUPS തവനൂരിലെ അധ്യാപകനാണ്. കുട്ടികളെ തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ക്രിയേറ്റീവ് കോർണറുകൾ ആരംഭിച്ചിട്ടുള്ളത്. അവരുടെ പഠന ലക്ഷ്യങ്ങൾ ക്രിയേറ്റീവ് കോർണറിലെ പ്രവർത്തനങ്ങളിലൂടെ അവരിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിന് ക്രിയേറ്റീവ് കോർണർ ലഭിച്ച വർഷം കൃത്യമായ ഒരു അക്കാദമിക മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റീവ് കോർണറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർമ്മിച്ചിരുന്നു. 5, 6, 7 ക്ലാസ്സുകളിൽ ഗണിതം, സയൻസ്, സാമൂഹ്യം എന്നീ വിഷയങ്ങളെടുക്കുന്ന അധ്യാപകർ പാഠപുസ്തകങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ പാഠത്തിലെ ഏതൊക്കെ പഠന പ്രവർത്തനങ്ങളിൽ ക്രിയേറ്റീവ് കോർണറിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തി അത് ഒരു രേഖയാക്കി മാറ്റുകയാണ് ആദ്യം ചെയ്ത പ്രവർത്തനം. ഇതിൻ്റെ ഭാഗമായി ഓരോ മാസത്തിലും നടക്കുന്ന പൊതുവിലുള്ള SRGയിൽ ഓരോ അധ്യാപകരും തങ്ങൾ ഇന്ന പാഠത്തിൻ്റെ ഭാഗമായി കുട്ടികളെ ക്രിയേറ്റീവ് കോർണറിൽ കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി SRG മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നു. ക്രിയേറ്റീവ് കോർണറിൽ ആദ്യം നടത്തിയ പ്രവർത്തനം വിദ്യാലയത്തിലെ 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിയേറ്റീവ് കോർണർ സന്ദർശിക്കാനുള്ള അവസരം കൊടുക്കുകയും അവിടുത്തെ ഉപകരണങ്ങളെ അവർ തന്നെ അവർക്കറിയുന്ന രീതിയിൽ പേരുകൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ ഉപകരണങ്ങളെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലേക്കായി അവർ തന്നെ വിഭജിക്കുന്നു. അങ്ങനെ ക്രിയേറ്റീവ് കോർണറിലെ ഉപകരണങ്ങളെ ആദ്യം അടുത്തറിയുക എന്നൊരു പ്രവർത്തനമാണ് ആദ്യം നടത്തിയത്. തുടർന്ന് ഓരോ പാഠഭാഗത്തിനനുസരിച്ച് ക്രിയേറ്റീവ് കോർണറിന് ഉള്ള സ്ലോട്ടുകളുണ്ടെങ്കിൽ ആ അവസരത്തിൽ പഠന പ്രവർത്തനത്തിൻ്റെ അവസാന ഭാഗം എന്ന നിലയ്ക്ക് ക്രിയേറ്റീവ് കോർണറിലേക്ക് കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ആ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇന്ന് എൻ്റെ വിദ്യാലയത്തിലെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ പല ക്ലാസ്സുകളിലും പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും പല ഗുണങ്ങളാണ്, പല കഴിവുകളാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കഴിവ് അവരിൽ താനെ ഉണ്ടായി വരികയാണ്. അല്ലെങ്കിൽ അവരും നമ്മളും തിരിച്ചറിയുകയാണ്. ഇത് കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും തനിക്കും എന്തെങ്കിലും സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാൻ സാധ്യമാകും. ഇനിയും ഒരുപാട് ക്രിയേറ്റീവ് കോർണർ കേരളത്തിലുടനീളം ഉണ്ടാവട്ടെ എന്നും അത് കേരള സമൂഹത്തിലെ പുതിയൊരു വെളിച്ചം പകരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.